ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം രാവിലെ തന്നെ നമുക്ക് കണ്ടത്തിലേക്ക് ഇടാൻ വേണ്ടി അവർ വളമൊക്കെ കുഴയ്ക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. അന്നേരം നമ്മുടെ ഇവിടുത്തെ കണ്ടത്തിൽ ഇങ്ങനെയാണ് ആദ്യത്തെ വളമിടുന്നത്. അന്നേരം 2-3 ടൈപ്പ് വളമുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല കേട്ടോ. അന്നേരം അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ആണ് ഇടുന്നത്. അപ്പം കുറേ ആൾക്കാർ കൂടിയാണ് ഇത് ഇടുന്നത് കേട്ടോ. അന്നേരം നമ്മുടെ വള്ളത്തിൽ അവർ ഇങ്ങനെ മിക്സ് ചെയ്ത് ചാക്കിനകത്താക്കി കൊണ്ടുപോയിട്ട് ഇങ്ങനെ ലൈനായിട്ടാണ് കണ്ടത്തിൽ കൂടെ പോയിട്ട് വളം ഇടുന്നത് കേട്ടോ. അപ്പം നമുക്ക് 1-ാം വളം 2-ാം വളം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അന്നേരം അതെല്ലാം അവർ മിക്സ് ചെയ്ത് ഓരോ ചാക്കിനകത്താക്കി പിന്നെ വള്ളത്തിലേക്ക് കയറ്റുവാണ് കേട്ടോ. അപ്പം നേരത്തെ തൊട്ടേ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്കെല്ലാം അറിയാം. ഇതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. അന്നേരം പുതിയതായിട്ട് കാണുന്ന കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ. അന്നേരം അവരൊക്കെ ഇതൊക്കെ കാണാൻ വേണ്ടിയാണ്, കുട്ടനാട്ടിലെ കാഴ്ചകൾ കാണാനാണ് കൂടുതലും ആൾക്കാർക്ക് ഇഷ്ടം കേട്ടോ, നമ്മുടെ കുക്കിങ്ങിനെ കാട്ടി. അന്നേരം ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് വേണ്ടിയാണ് വീണ്ടും ഞാൻ ഇട്ടിരിക്കുന്നത്. അന്നേരം നമ്മുടെ കൂട്ടുകാരെല്ലാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. കഴിഞ്ഞ വീഡിയോയ്ക്ക് എനിക്ക് തീരെ വ്യൂസ് കുറവായിരുന്നു. സ്കിപ്പ് ചെയ്തിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. അന്നേരം നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ സ്റ്റാൻഡ് വെച്ചെടുക്കുമ്പോൾ നല്ല ലെങ്ത് വരും കേട്ടോ. പിന്നെ നമ്മൾ അത് കട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പോയി കിട്ടും. അതുകൊണ്ട് കുറച്ച് ലെങ്ത് കാണും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ലെങ്തുള്ള വീഡിയോ ഇഷ്ടമല്ലെങ്കിൽ പറയണം. അന്നേരം ഇതൊക്കെ നമ്മൾ കാണിച്ചിട്ട് പിന്നെ കുക്കിങ്ങൊക്കെ കാണിക്കുമ്പോഴത്തേന് കുറച്ച് ലെങ്ത് വരും കേട്ടോ. അന്നേരം ഇത് കഴിഞ്ഞ് നമ്മൾ പിന്നെ കുറച്ച് കുക്കിങ്ങൊക്കെ കാണിക്കുന്നുണ്ട്, രാത്രി വരെയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. അന്നേരം നിങ്ങൾക്ക് ഈ ഇങ്ങനെയുള്ള വീഡിയോ കാണാൻ ഇഷ്ടമാണോ ഇല്ലയോ എന്നൊക്കെ അറിയിക്കണം. അപ്പം നമ്മുടെ അടുത്തുള്ളവർ തന്നെയാണ് ഇതൊക്കെ കേട്ടോ. ഇന്ന് നമുക്ക് അവധിയുള്ളൊരു ദിവസമാണ് മക്കൾക്ക്. കാരണം ഒരു മഴ പെയ്തതിൻ്റെ പിറ്റേ ദിവസം അവധിയില്ലായിരുന്നു, അന്നത്തെ ദിവസമാണിത് കേട്ടോ. അപ്പം വേണ്ടി ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. അന്നേരം നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തിട്ടാണ് ഇതെല്ലാം കുഴച്ച് ചാക്കിനകത്തോട്ട് കയറ്റി നമ്മുടെ വള്ളത്തെ കയറ്റി. നമ്മുടെ അക്കരയിലാണ് നമ്മുടെ കണ്ടം കേട്ടോ. നമ്മുടെ എല്ലാം കുറേ ആൾക്കാരുടെ കണ്ടം ഇങ്ങനെ കിടക്കുകയാണ്, ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങളെല്ലാവരും അതൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. അപ്പം ഇതൊക്കെ എടുത്തുകൊണ്ട് പോവാണ്. ഇനിയിപ്പം നമ്മൾ ആ കണ്ടത്തിൽ ഇറങ്ങുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, നേരത്തെയൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. അങ്ങനെ വളം എടുത്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. പിന്നെ നമ്മുടെ അടുക്കളയിലോട്ട് വന്നു. അന്നേരം അരിയൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ നമ്മൾ ഇന്നൊരു ചിക്കൻ കറിയും വെച്ചിട്ടുണ്ട്. അന്നേരം ചിക്കൻ കറി കഴിഞ്ഞ ദിവസം വെച്ചത് കാണിച്ചതാണല്ലോ, അതുപോലെ തന്നെയാണ് വെച്ചത്. അതുകൊണ്ട് ഞാൻ ചിക്കൻ കറി വെക്കുന്ന വീഡിയോയും എടുത്തിട്ടില്ല. പിന്നെ നമുക്ക് രാവിലെ ദോശയായിരുന്നു, അതും എടുത്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഉച്ച കഴിഞ്ഞാണ് വീഡിയോ എടുക്കുന്നത്. അന്നേരം നമ്മുടെ ചിക്കൻ കറിയൊക്കെ തന്നെ കടുവൊക്കെ താളിച്ച് റെഡിയാക്കി വെച്ചിരിക്കുവാണ്. ഇനിയിപ്പോൾ ഞാൻ ഉച്ച കഴിഞ്ഞ് മക്കളൊക്കെ ഉള്ളത് കൊണ്ട് അവർക്കൊരു പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അന്നേരം ഇപ്പം ഏത്തക്കായ്ക്കൊക്കെ നല്ല വിലയാണ്, 75 രൂപയാണ് ഇല്ലേ. അപ്പോൾ ഇവിടെ മേടിച്ച് തിരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് മൈദയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര, എള്ള്, ജീരകം, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അന്നേരം പഴംപൊരി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലേ. അന്നേരം ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ. നേരത്തെയൊക്കെ നമ്മളിതൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. എന്നാലും നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം അതിനകത്തേക്ക് ഇതൊക്കെ ഇട്ട് കൊടുത്തു, എള്ളും ഇട്ട് കൊടുത്തു കേട്ടോ. ഇനിയിപ്പം നല്ലവണ്ണം ഉപ്പും ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അന്നേരം നമ്മുടെ 4 പഴമാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. നല്ലവണ്ണം ഒന്ന് പഴുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങ് പൊരിക്കാമെന്ന് വിചാരിച്ചു. അന്നേരം ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴംപൊരി കേട്ടോ. എനിക്കും ഇഷ്ടമാണ്. അപ്പം ചായയുടെ കൂടെ ഇന്ന് പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മളിന്ന് രാവിലെ ചിക്കൻ കറിയൊക്കെ വെച്ചതൊക്കെ ഇരിപ്പുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് കറിയൊന്നും വെക്കണ്ട കേട്ടോ. അന്നേരം ഞാൻ ആ പഴമൊക്കെ ഒന്ന് പൊളിച്ച് ഒന്ന് 4ആയിട്ട് അരിഞ്ഞിട്ട് കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഒന്ന് വറക്കാൻ പോവാണ്. അന്നേരം നമ്മൾ ഒരുപാട് എണ്ണയ്ക്കകത്തൊന്നും അല്ല വറക്കുന്നത്. നമ്മൾ ഈ വീട്ടിലൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്യത്തില്ല അല്ലേ. അന്നേരം ഞാനും അതുപോലാണ്. പക്ഷേ നല്ല ഏത്തയ്ക്കാപ്പം പഴംപൊരിയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീട്ടിൽ തന്നെ. ഒരുപാട് എണ്ണയ്ക്കകത്തൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് നല്ല ടേസ്റ്റാണ്. പക്ഷേ നമ്മൾ ഒരുപാട് എണ്ണയ്ക്കകത്തൊന്നുമല്ല ഉണ്ടാക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ മാവിനകത്തോട്ട് ഈ പഴമൊക്കെ ഒന്ന് മുക്കിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പം ഒരുപാട് എണ്ണയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇന്നത്തെ കാലത്ത് അസുഖങ്ങളില്ലാത്ത ആരുമില്ല അല്ലേ. കൂടുതലും ചെറുപ്പക്കാർക്കാണ് കൂടുതൽ അസുഖങ്ങൾ. അതുകൊണ്ട് നമ്മൾ ഉപ്പും എണ്ണയും മധുരവും ഒക്കെ കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാളോടൊക്കെ അസുഖങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റും. അങ്ങനെ തന്നെ എണ്ണയൊക്കെ നല്ലവണ്ണം ഒന്ന് ചൂടായി വന്നപ്പോഴത്തേന് ഞാൻ ഈ മാവിനകത്തോട്ട് നമ്മുടെ പഴം മുക്കി ഇട്ട് കൊടുത്തു കേട്ടോ. അന്നേരം അപ്പുറത്തെ ഗ്യാസിലോട്ട് ചായക്കുള്ള പാലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചൂട് പഴംപൊരിയും ചായയും കൂടെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ് ഇല്ലേ, നല്ല രസമാണ്. പിന്നെ ഇന്ന് കാറാണ് കേട്ടോ. മഴക്കാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയൊന്നും പെയ്തിട്ടില്ല, പക്ഷെ നല്ല മൂടാപ്പാണ്, ഭയങ്കര കാറ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇങ്ങോട്ട് നോക്കുമ്പോൾ അറിയാമല്ലോ, നല്ല കാറ്റാണ്. നമ്മുടെ ചെടികളും മരങ്ങളും എല്ലാം ഇങ്ങനെ ആടി ഉലയുന്ന കാണാമല്ലോ അല്ലേ. അന്നേരം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അപ്പൂസ് പന്ത് കളിക്കുവാണ് കേട്ടോ. മുറ്റത്ത് കിടന്ന് തകർത്ത് പന്തിട്ട് അടിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം ഞാൻ വന്ന് വിളിക്കുകയാണ് കേട്ടോ. നമ്മുടെ പഴംപൊരിയും ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്, കഴിക്കാൻ വരാൻ പറഞ്ഞ് വിളിക്കുവാണ്. അന്നേരം അവന് ഒരു ശകലം നേരം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫുട്ബോളാണ് കേട്ടോ. ഭയങ്കര ക്രേസാണ് ഫുട്ബോളിനോട്. അങ്ങനെ അവൻ്റെ അടുത്ത് പോയി കുറച്ച് നേരം നിന്നപ്പോഴാണ് ഭയങ്കര കാറ്റ് കണ്ടുകൊണ്ട് ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് പഴംപൊരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒത്തിരി ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. നമുക്ക് 4 പഴവേ ഉള്ളായിരുന്നു. അത് ഞാൻ 2ആയിട്ട് കീറിയിട്ട് പിന്നെ 4ആയിട്ട് കീറി കേട്ടോ. അന്നേരം നമ്മൾ ഒരുപാട് വലുതായിട്ടല്ല പഴംപൊരി ഉണ്ടാക്കുന്നത്, കാരണം ഈ ചട്ടിക്കകത്താണ് കേട്ടോ. അന്നേരം നമ്മുടെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളായിരുന്നു. അത് തന്നെ ഇങ്ങനെ അധികം വീതിയില്ലാത്തത് കൊണ്ടാണ് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് ഇളകി വന്നു, പെട്ടെന്ന് ഇളകി വന്നു. എന്നിട്ട് നമ്മളെ ഒഴിച്ചെണ്ണ അതുപോലെ കിടപ്പുണ്ട്, ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടില്ല. പക്ഷെ നമ്മളിങ്ങനെയുള്ള പാനിനകത്തൊക്കെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ. ഈ സമയത്ത് നമ്മുടെ പാലൊക്കെ തിളച്ച് വന്നു. കുറച്ച് പാൽ ഞാനെടുത്ത് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് തേയിലയും പഞ്ചസാരയും ഇട്ട് കഴിഞ്ഞ് ചായയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ സന്ധ്യയായിട്ടുണ്ട്, ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അന്നേരം ഇനിയിപ്പം നമുക്ക് വൈകിട്ടത്തേക്ക് കുറച്ച് കപ്പയുണ്ട് കേട്ടോ, അതൊന്നെടുത്ത് ഒന്ന് പുഴുങ്ങാമെന്ന് വിചാരിച്ച്. അപ്പം വേകുന്ന കപ്പയാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. 2 മുട്ടൻ കപ്പയാണ് ഇരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വെട്ടാൻ തന്നെ നല്ല പ്രയാസമായിരുന്നു കേട്ടോ. അന്നേരം അതൊന്ന് നമുക്ക് പുഴുങ്ങിയെടുക്കണം. രാവിലത്തെ
കറി ചിക്കൻ കറി ഇരിപ്പുണ്ടല്ലോ. അപ്പം കപ്പ പുഴുങ്ങിയതും ചിക്കൻ കറിയും നല്ല കോമ്പിനേഷനാണല്ലേ. അപ്പം നമുക്കിനി ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതുകൂടെ ഉണ്ട്. പിന്നെന്താണ് വേറെ വിശേഷങ്ങൾ ഒന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ. അന്നേരം നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയാലും നിങ്ങൾക്ക് കാണാനും ബുദ്ധിമുട്ടായിരിക്കും. ഈ സമയത്ത് നമ്മുടെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനതൊന്ന് അരിച്ചെടുക്കുകയാണ്. ചായയൊക്കെ അരിച്ച് വെച്ചിട്ട് പിന്നെ ഞാൻ ആ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് പെട്ടെന്ന് കേട്ടോ. ഇനിയിപ്പം കൂടി കഴിഞ്ഞാൽ പിന്നെ രാത്രിയാകുമ്പം പിന്നെയും പാത്രങ്ങളാവും. അതുകൊണ്ട് ഞാൻ എടുത്ത പാത്രങ്ങളൊക്കെ അന്നേരം തന്നെ അങ്ങ് കഴുകി. ഇനിയിപ്പം മക്കൾക്ക് ചായയും ഇതുമൊക്കെ കൊടുക്കാം കേട്ടോ. നമ്മളുണ്ടാക്കിയ ഏത്തയ്ക്ക അപ്പവും കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ ഇട്ട് ഒന്ന് നിങ്ങളിങ്ങനെ വലുതായിട്ട് അരിയുന്നെങ്കിൽ മുറിച്ചെടുക്കുന്നെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മളതിനകത്ത് എള്ളും പഞ്ചസാരയും ജീരകവും ഒക്കെ ഇട്ടതല്ലേ. ഇത് ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ്. അങ്ങനെ ഞാൻ 2-3 ട്രിപ്പ് ഉണ്ടാക്കാനുണ്ടായിരുന്നു. അങ്ങനെ തന്നെ നമ്മുടെ ചായയും ഇതുമൊക്കെ റെഡിയായി. ഇനിയിപ്പം മേശപ്പുറത്തോട്ട് കൊണ്ട് വെച്ചിട്ട് വിളിക്കണം കേട്ടോ. മക്കൾക്ക് ഇങ്ങനെ വൈകുന്നേരം ആകുമ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അന്നേരം പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന നമുക്ക് ഇതൊക്കെയാണല്ലേ, ഉണ്ണിയപ്പം ഏത്തയ്ക്കാപ്പം ഒക്കെയാണ്. അന്നേരം ഞാനിങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന എന്തെങ്കിലുമൊക്കെ സ്നാക്സ് വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ബിസ്ക്കറ്റോ പഴം പുഴുങ്ങിയതോ അങ്ങനെയൊക്കെ, പിന്നെ മിച്ചർ അങ്ങനെയൊക്കെയുള്ള ഐറ്റം ഒക്കെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത് ബജ്ജിക്കടയൊക്കെ ഉണ്ട്. വല്ലപ്പോഴും അവിടെ നിന്നൊക്കെ വാങ്ങും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ചായയും കടിയൊക്കെ തന്നെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനും മക്കളും കൂടി ഇരുന്ന് ഏത്തയ്ക്കാപ്പവും ചായയൊക്കെ കുടിച്ചു കേട്ടോ. അന്നേരം വൈകുന്നേരമൊക്കെ നമുക്കാണേലും അമ്മമാർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ ചൂട് ചായ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കടിയൊക്കെ കഴിക്കാൻ എനിക്കിഷ്ടമാണ് കേട്ടോ. അന്നേരം ഞാൻ മക്കളുടെ കൂടെ ഒക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വൈകുന്നേരം കഴിക്കും. പിന്നെ നമ്മുടെ ആ കപ്പ എടുത്താണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കപ്പ കണ്ടപ്പോഴേ എനിക്ക് ദേഷ്യം വന്നു. കാരണം ഭയങ്കര കട്ടിയുള്ള 2 കപ്പയായിരുന്നു കേട്ടോ. നല്ല പ്രയാസമായിരുന്നു അതൊന്ന് വെട്ടാൻ വേണ്ടി. പിന്നെ ഒരു വിധത്തിൽ ഞാൻ ഒന്ന് വെട്ടിയെടുത്തു. കാരണം ചെറിയ കപ്പയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെട്ടിയെടുക്കാം. ഇത് ഭയങ്കര കട്ടിയായതുകൊണ്ട് നമ്മുടെ പിച്ചാത്തി ചെറുതാണല്ലോ, പിച്ചാത്തി ഒടിഞ്ഞു പോകുമെന്നാണ് ഞാൻ ഓർത്തത് കേട്ടോ. പിന്നെ വേവുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ കുക്കറിനകത്ത് കുറച്ച് വെച്ചു. 2 എണ്ണമേ ഉള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വലുതായതുകൊണ്ട് കുറച്ചേറെ ഉണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഞാൻ കുക്കറിനകത്തോട്ട്, ചെറിയ കുക്കറാണ് എടുത്തത് കേട്ടോ. അതിനകത്തേക്ക് കുറച്ചെടുത്ത് വേകാൻ വെച്ചു, പുഴുങ്ങാൻ വെച്ചു. പിന്നെ ഞാൻ കലത്തിനകത്തും വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുക്കറിനകത്ത് വെച്ചിട്ട് അത് നല്ലവണ്ണം വെന്ത് പോയാൽ അതങ്ങ് കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പുറത്ത് കലത്തിനകത്തും വെച്ച് കേട്ടോ. പക്ഷേ നേരെ അതുപോലെ തന്നെ വന്നു കേട്ടോ. നമ്മുടെ അപ്പൂസ് വീട്ടിലുള്ളപ്പം ഞാൻ എന്തേലും അടുക്കളയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്തുനിന്ന് മാറത്തില്ല കേട്ടോ. നിങ്ങളുടെയൊക്കെ മക്കൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പം ഞാൻ ഈ കപ്പ എടുത്തപ്പോഴത്തേനും അമ്മ എനിക്കൊരു കഷ്ണം കപ്പ താന്നും പറഞ്ഞ് വന്ന് മേടിച്ചുകൊണ്ട് പോയതാണ് കേട്ടോ. അപ്പം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവൻ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ മുന്നിൽ നിന്ന് കാണിക്കും. അതുകൊണ്ട് ഞാൻ ഓടിച്ചു വിട്ടു കേട്ടോ. എന്നിട്ട് നമ്മുടെ കുക്കറിനകത്തോട്ട് കപ്പ കഴുകി വെച്ചപ്പോഴത്തേന് കണ്ടോ, കുക്കർ നിറഞ്ഞ് കപ്പ വന്നു. അപ്പം ഞാൻ ഒരു കലത്തിലോട്ട് പകുതി എടുത്ത് വെച്ചു. ബാക്കി കുക്കറിനകത്തോട്ടും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അന്നേരം അത് വേകുന്നത് നമുക്കറിയാമല്ലോ. അപ്പം നമ്മൾ കുക്കറിനകത്ത് വെച്ച കപ്പ നല്ലവണ്ണം അങ്ങ് വെന്ത് കേട്ടോ. അത് പിന്നെ ഞാൻ തേങ്ങയൊന്നും ഇടാതെ ഇങ്ങനെ ജീരകവും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് വെറുതെ ഇങ്ങനെ ഉടച്ചെടുത്ത് കടുക് താളിച്ചു കേട്ടോ. തേങ്ങ ഇടാതെ നമുക്കങ്ങനെ ഇങ്ങനെ എടുക്കാം കേട്ടോ. പിന്നെ മക്കൾക്ക് വേണ്ടി കലത്തി വെച്ചത് പുഴുങ്ങി കിട്ടി.
ഇന്നലെ രാവിലത്തെ ചിക്കൻ കറിയായിരുന്നു കേട്ടോ. അന്നേരം നമ്മൾ വേവുള്ള കപ്പയാണെങ്കിൽ കുക്കറിൽ വെച്ചാൽ പായസം പോലായി പോവും. ഞാൻ അതിനായിട്ടാണ് രണ്ടായിട്ട് വെച്ചത് കേട്ടോ. അന്നേരം നമ്മുടെ കപ്പ വേവിച്ചത് തന്നെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. കാരണം വെന്ത് കുഴഞ്ഞു പോയി കേട്ടോ. നല്ലവണ്ണം കുഴച്ചെടുക്കാൻ പറ്റി. തേങ്ങയൊന്നും ഇട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് ഇതിന്. നമ്മൾ കുറച്ച് കാന്താരി മുളകുമൊക്കെ ചതച്ചിട്ടെടുത്ത് കേട്ടോ. അന്നേരം നമ്മുടെ കപ്പ വേവിച്ചതും ചിക്കൻ കറിയും കപ്പ പുഴുങ്ങിയതും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അന്നേരം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.